ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പുതിയ നാടകം ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. അപ്പോൾ നാടകം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇന്നലെ ന്യൂസൊക്കെ രാവിലെ തന്നെ ന്യൂസ് കണ്ടവർക്ക് മനസ്സിലാകും. ഇന്നലെ ഒരു ലോറി ആക്സിഡൻ്റ് ആയിട്ട് ഒരു 5 പേര് മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊരു നാടകമാണ്. മാക്സിമം ഒരാഴ്ച അല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം രണ്ടാഴ്ച ഇതിൻ്റെ ഉള്ളിൽ ആ നാടകം അവസാനിക്കും കേട്ടോ. അങ്ങനെയാണ് പതിവ് ഉണ്ടാവാറ്. അറിയാലോ, ഹോട്ടലിൽ നിന്നൊക്കെ ഭക്ഷണം കഴിച്ച് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചയൊക്കെ ഭയങ്കര ചെക്കിങ് ആയിരുന്നു. ഹോട്ടലിൽ കയറി ഇറങ്ങി നല്ല ചെക്കിങ് ആയിരുന്നു. 5 ഹോട്ടൽ പൂട്ടിച്ചു, 4 ഹോട്ടൽ പൂട്ടിച്ചു. അവിടെ നിന്ന് പഴകിയ ഭക്ഷണം കിട്ടി. അപ്പോൾ അത് ചൂട് കഴിഞ്ഞാൽ പിന്നെ തണുത്തു കേട്ടോ. പിന്നെ ചൂടാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ മരിക്കണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള നാടകമാണ്. ഇന്ന് മുതൽ ഭയങ്കര ചെക്കിങ് ആയിരിക്കും. രാത്രി ഭയങ്കര ചെക്കിങ് ആയിരിക്കും. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് മുതൽ ഭയങ്കര ചെക്കിങ് ആയിരിക്കും. പിടിച്ചു കഴിഞ്ഞാൽ 10,000 രൂപ ഫൈന്, അല്ലാതെ 6 മാസം തടവ്. അല്ലാണ്ട് ഇത് രണ്ടും കൂടി കേട്ടോ. വേദനയൊക്കെ കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. അത് പിടിക്കണ ഓരോരുത്തരെ ഇതുപോലെ ഇരിക്കും. ഇനിയിപ്പോൾ അത് ആവർത്തിച്ച് കഴിഞ്ഞാൽ 2 വർഷം തടവ്, അല്ലാതെ 10,000 രൂപ പിഴ. ഇനി രണ്ടും കൂടിയും കിട്ടും കേട്ടോ. വീടിൻ്റെ പോസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. മദ്യപിച്ച് വണ്ടി ഓടിച്ചല്ല ഈ കാര്യം കേട്ടോ. 10,000 രൂപ പിഴ, അല്ലാന്നുണ്ടെങ്കിൽ 6 മാസം തടവ്. അപ്പോൾ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നത് ശ്രദ്ധിക്കുക. ഇന്ന് മുതൽ കർശനമായി ചെക്കിങ് ഉണ്ടായിരിക്കുന്നതാണ് ആ നാടകത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. മദ്യപിക്കുന്നതോടെ ഞാൻ പ്രത്യേകം പറയുന്നത്, നിങ്ങൾക്ക് മദ്യപിക്കണമെന്നുണ്ടെങ്കിൽ മദ്യപിക്കാം. അതൊന്നും ഞാൻ എതിര് വരില്ല. നിങ്ങൾക്ക് മദ്യപിക്കാതിരിക്കുകയും ചെയ്യാം. അതൊന്നെങ്കിൽ വീട്ടിലാകാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മദ്യപിച്ച് കഴിഞ്ഞാൽ മദ്യപിക്കാത്ത ഒരാളെ വെച്ചിട്ട് വണ്ടി ഓടിച്ച് പോവുക, അല്ലാതെ ടാക്സി വിളിച്ച് പോവുക. ഇത് ഏതൊന്നും ചെയ്യാം. ഒരിക്കലും മദ്യപിച്ച് വണ്ടി ഓടിക്കരുത്. മദ്യപിച്ച് വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ രാത്രിയൊക്കെ മദ്യപിച്ച് വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം. അതായത് ഉറക്കം വന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ണിലേക്ക് ഓപ്പോസിറ്റ് ലൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ണ് പെട്ടെന്ന് അടഞ്ഞു പോകും. അപ്പോൾ മദ്യപിച്ചും കൂടി ആയിക്കഴിഞ്ഞാൽ ആ ലെവൽ ഒന്നുകൂടി കൂടി പോകും. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ വേറെ നെഞ്ചത്തിക്കാൻ കയറുക. നിങ്ങൾക്കൊന്നും പറ്റില്ല, പക്ഷെ അപ്പോൾ ഓപ്പോസിറ്റ് ആകെ ചിലപ്പോൾ മരണപ്പെടാം. അതാണ് ഇന്നലെ സംഭവിച്ചത്. ആ 2 പേരും ലൈസൻസ് ഇല്ലാത്തവനെ വണ്ടി ഓടിച്ചത്. അവർ 2 ആൾ മദ്യപിച്ചിട്ട് 5 പേര് ജീവിതം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആർക്കാണ് 250 രൂപേൻ്റെ കുപ്പി കൊണ്ട് 5 പേര് ജീവിതം നഷ്ടപ്പെട്ടു. അയാളെ ലൈസൻസ് പോയി, ആ ലോറിൻ്റെ RC ക്യാൻസലായി. ഇതുകൊണ്ട് നഷ്ടപ്പായിരിക്കാം. ഒരു 250 രൂപേൻ്റെ കാര്യം കൊണ്ട് നഷ്ടപ്പായിരിക്കാം. നിങ്ങൾക്ക് വണ്ടി മദ്യപിക്കണമെങ്കിൽ വീട്ടിൽ നിന്ന് വണ്ടി മദ്യപിച്ചപ്പോൾ ഇപ്പം രാത്രിയാണ് ചെക്കിങ് കർശനാക്കിയിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ രാത്രി നല്ല ചെക്കിങ്, പകലും ചെക്കിങ്. പകലും മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നവരുണ്ട്. ഓട്ടോക്കാർ വരെ മദ്യപിച്ച് സ്റ്റാൻഡിൽ ഓടിക്കുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ഓട്ടോക്കാർ മദ്യപിക്കുന്നത്. അപ്പോൾ പകലും കൂടി ചെക്കിങ് ആയിക്കഴിഞ്ഞാൽ നല്ലത്. പിന്നെ നിയമം ഒന്ന് കർശനമാക്കുക. മദ്യപിച്ച് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുക, ആജീവനാന്തം സസ്പെൻഡ് ചെയ്യുക. അങ്ങനെ മദ്യപിച്ച് വണ്ടി കൊടുക്കണ ആവശ്യമില്ലല്ലോ. ഇതിന് മുന്നേ സെഞ്ചു ടെക്കിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. വെള്ളം കയറ്റി പോയിട്ട് ലൈസൻസ് ആജീവനാന്തം സസ്പെൻഡ് ആക്കി. അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ മദ്യപിച്ച ആൾക്കാരെ ലൈസൻസ് എന്തുകൊണ്ട് സസ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് എൻ്റെ ചോദ്യം കേട്ടോ. അവിടെ അവരെ മദ്യപിച്ചിട്ടില്ല, വണ്ടിയിൽ വെള്ളം കയറ്റി പോയിട്ടുള്ളൂ. അത് ന്യായീകരിക്കില്ല, പറ്റില്ല. എന്നാലും അവിടെ ഒന്നും ഉണ്ടായില്ല. ആ ഡ്രൈവറെ ക്യാബിനിലേക്ക് വെള്ളം എത്തിയിട്ടില്ല. ടാപ്പായ പോയിട്ടാണ് വെള്ളം എത്തിയത്. അവിടെ മദ്യപിച്ചില്ല, ആരും മദ്യപിച്ചിട്ടില്ല. അവരെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നവരെ ലൈസൻസ് എന്നേ സസ്പെൻഡ് ചെയ്യില്ല. അത് ചോദ്യം പറിച്ചൊന്നുമല്ല, ഓൺ സ്പോട്ടിന് സസ്പെൻഡ് ചെയ്യല്ലോ, ആജീവനാന്തം സസ്പെൻഡ് ചെയ്യുക. അവർ വണ്ടി ഓടിക്കണ്ട, വേറെ വല്ല പണിക്കുമ്പോൾ ഇവിടെ അവർ മദ്യപിച്ച് വണ്ടി ഓടിച്ച് ആക്സിഡൻ്റായി ജീവിതം പോകണം മറ്റുള്ളവരെയാണ്, അവരുടെ ജീവിതമല്ല പോകുന്നത്. അപ്പം ആ നിയമം ഒന്ന് മാറ്റിയതാണ് നല്ലതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആക്കരുത്, ഒപ്പം സബ്സ്ക്രൈബ് ആക്കരുത്. മറ്റൊരു വീഡിയോ